കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെച്ചു. രാജിക്കത്ത് KPCCക്ക് കൈമാറിയെന്ന് നിജേഷ് അരവിന്ദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിജേഷ് അരവിന്ദ് രാജിക്കത്ത് കൈമാറിയത്. MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ നിജേഷ് അരവിന്ദിനുണ്ടായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നീട് ഒരു പരസ്യ പ്രതികരണം നടത്തി. അതിന് പിന്നാലെയാണ് തന്നെ ഒഴിവാക്കി പല ഉത്തരവാദിത്വങ്ങളിൽ നിന്നും എന്ന് കാട്ടി ഇപ്പോൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതീക്ഷ കോൺഗ്രസ് ഇത്തവണ കോഴിക്കോട് വെച്ചു പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടിക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. എന്താണ് സാഹചര്യം? രേണുക, കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലം മുതൽ പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഔദ്യോഗിക പക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ സീറ്റുകൾ നൽകിയിരുന്നത് എന്ന വിവാദമാണ് ഉയർന്നിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി നേരത്തെ നിജേഷ് അരവിന്ദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പാർട്ടി ഇക്കാര്യത്തിൽ വിശദീകരണം തേടും എന്നൊക്കെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അക്കാര്യത്തിൽ കാര്യമായ നടപടി ഉണ്ടായില്ല. ഇതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി നീങ്ങിയത്. ഓരോ മണ്ഡലത്തിലും സാധ്യത ഉള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു. അതിൽ എലത്തൂർ മണ്ഡലത്തിലാണ് നിജേഷ് അരവിന്ദിന്റെ പേര് പരിഗണിച്ചിരുന്നത്. എന്നാൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു തരത്തിലുമുള്ള പരിഗണന ഉണ്ടായില്ല. ഒറ്റ പേരിലേക്ക് തന്നെ ഈ വിദ്യ ബാലകൃഷ്ണൻ എന്ന ഇത്തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഒപ്പം മറ്റു സീറ്റുകളിലും ഈ ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ KC വേണുഗോപാലും ഷാഫി പറമ്പിലും ഒക്കെ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരിച്ചത്. മറ്റ് രണ്ടാം നിലയിലുള്ള അല്ലെങ്കിൽ പ്രമുഖരായി നിന്ന മറ്റൊരു തരത്തിലുള്ള നേതാക്കളെയും പരിഗണിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ അക്കാര്യത്തിൽ പിന്നീട് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായെങ്കിൽ പോലും ബാലുശ്ശേരിയിൽ നിജേഷിന് പ്രചാരണ ചുമതല നൽകുന്ന ഒരു പ്രചരണത്തിന്റെ ഒരു ചുമതല വഹിക്കുമെന്നൊക്കെ അറിയുകയും ചെയ്തു. എന്നാൽ കാര്യമായ ഒരു ഉത്തരവാദിത്തങ്ങളും പാർട്ടി നിജേഷിനെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് രാജിവെച്ചിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.